CPI നേതാവ് കെ അനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ കെ അനിൽകുമാർ, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിൽ ശുപാർശ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ശബരിമല വിഷയമെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ CBI അന്വേഷണം വേണം ഈ വിഷയത്തിൽ എന്ന് പറയുന്നത് അത് LDF-ന് തന്നെ തിരിച്ചടിയാകില്ല. അല്ല, ശബരിമല വിഷയത്തില് തിരിച്ചടി സോണിയാഗാന്ധിക്കാണ്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ കള്ളന്മാരെല്ലാം കൂടെ കയറിയിട്ട് അന്വേഷണം പോലും വേണ്ട. നമ്മുടെ വീട്ടിൽ കള്ളന്മാർ കയറിയാൽ സാധാരണഗതിയിൽ അന്വേഷിക്കണമെന്നല്ലേ സാധാരണ ബോധമുള്ളവർ പറയുക. കള്ളന്മാർ കയറി സോണിയാഗാന്ധിയുടെ വീട്ടിൽ കള്ളന്മാർ കയറിയിട്ട് അന്വേഷണം വേണ്ട. അന്വേഷണം വേണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ ഞങ്ങൾക്കാണോ തിരിച്ചടി? പുനർജനിയുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം എന്താണ്? പുനർജനിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോയി VD സതീശൻ പണം പിരിച്ചു. അദ്ദേഹം മേശപ്പുറത്തിരുന്നുകൊണ്ട് ആളുകളെല്ലാം ഇങ്ങനെ മീറ്റിംഗ് നടക്കുമ്പോൾ ആ മീറ്റിംഗിനകത്ത് കേരളത്തിലെ പ്രളയം, അങ്ങനെ മുങ്ങിക്കിടക്കുന്ന വീടുകൾ, ഇതിന്റെ എല്ലാം ചിത്രങ്ങൾ ഉയർത്തി കാണിച്ചു. അങ്ങനെ മഹാപ്രളയത്തിന് കേരളത്തിന് പണം നൽകാൻ, കേരളത്തിന് വിദേശത്ത് പോയി പണം ശേഖരിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ലെങ്കിൽ സതീശൻ ഈ പടമെല്ലാം കാണിച്ച് വിദേശത്ത് ചങ്കത്തടിച്ച് നിലവിളിച്ച് പണം പിരിച്ചു. എത്ര കോടി പിരിച്ചു? കണക്കില്ല. ഇത് കേരളത്തിൽ ചോദ്യം വന്നു, നിയമസഭയിൽ ചോദ്യം വന്നപ്പോൾ സതീശൻ പറഞ്ഞു ഞാൻ പിരിച്ചിട്ടില്ല. അപ്പൊ ജെയിംസ് മാത്യു നിയമസഭയില് റെക്കോർഡ് കൃത്യമായിട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദം കേൾപ്പിച്ചു. വീഡിയോ റെക്കോർഡ്. നിങ്ങൾ പണം പിരിക്കുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന നേട്ടം എന്താണ്, അവിടെ എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റും, നിങ്ങൾ VD സതീശന്റെ ശബ്ദം കേൾപ്പിച്ചു. മിണ്ടാട്ടമില്ല. അതാണ് അന്വേഷണത്തിലേക്ക് പോയത്. ഇത് വിദേശത്ത് നിന്ന് പണം പിരിച്ചതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് പരിമിതിയുണ്ട്. മുഴുവൻ തെളിവും കൊടകര കുഴൽപ്പണ കേസിലെ പോലെ മുഴുവൻ തെളിവും തയ്യാറാക്കി കൃത്യമായിട്ട് കുറ്റപത്രം ഉണ്ടാക്കാൻ തക്കവണ്ണം കടലാസ് എല്ലാം കൂടെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുക. കേന്ദ്ര സർക്കാരിന് VD സതീശനോട് ഏതെങ്കിലും തരത്തിൽ ആഭിമുഖ്യമൊന്നും വേണ്ട. ഒരു നീതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫലപ്രദമായ അന്വേഷണം നടത്തണം. പക്ഷെ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ KC വേണുഗോപാലിന് CBI എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കേരളത്തിലെ BJP എങ്ങനെയാണ് കുഴൽപ്പണ കേസ് കൊടകരയിൽ അവർ സ്വയം രക്ഷപ്പെടാൻ ഉപയോഗിച്ചത്, അതുപോലെ കോൺഗ്രസിന് ഈ കോൺഗ്രസിന് വേണ്ടി കേസ് അട്ടിമറിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ധാരണ. സംസ്ഥാന സർക്കാരിന് പരിമിതമായ അധികാരമുള്ളൂ. ഉള്ള അധികാരം ഉപയോഗിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കി തന്റെ ഇടമുണ്ടെങ്കിൽ മോദിയെ വെല്ലുവിളിക്കുന്നു, അമിത്ഷയെ വെല്ലുവിളിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഇത് നിയമാനുസരണമുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടിയാണ്.